ഇത് ഒരു കല്ല് മതിലിൻ്റെ കഥയാണ്. ഒരു ഇരുമ്പ് ചങ്ങലയുടെ കഥയാണ്. ഇത് സ്വാതന്ത്ര്യത്തിനായി കരഞ്ഞ ആത്മാക്കളുടെ കഥയാണ്. കേരളത്തിലെ ജയിലുകളുടെ ചരിത്രം രാജവാഴ്ചകളുടെ കാലത്ത് ആരംഭിച്ച് ബ്രിട്ടീഷ് ഭരണകാലം കടന്ന് ഇന്നത്തെ നവീന പരിഷ്കാര സംവിധാനങ്ങളിലേക്കുള്ള ഒരു യാത്ര. പ്രാചീന കേരളത്തിലെ ശിക്ഷാരീതികൾ. ബ്രിട്ടീഷ് ഭരണത്തിനു മുൻപ് കേരളം 3 പ്രധാന രാജവാഴ്ചകളിൽ ആയിരുന്നു: ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ. അന്നത്തെ കാലത്ത് ജയിൽ എന്നൊരു സിസ്റ്റം വളരെ പരിമിതമായിരുന്നു. ശിക്ഷകൾ പൊതുവെ പിഴ, ദേഹശിക്ഷ, നാട്ടുകടത്തിവിടൽ, കൊലശിക്ഷ ഇതൊക്കെയായിരുന്നു. രാജാക്കന്മാർക്ക് വേണ്ടി പ്രത്യേക തടവറകൾ കോട്ടകളുടെ അടിത്തട്ടിലായിരുന്നു. ചിലപ്പോൾ കോട്ടയുടെ ഭൂഗർഭ ഗുഹകളിൽ ഇരുണ്ട അറകളിൽ ആളുകളെ അടച്ചു വയ്ക്കുമായിരുന്നു. ബ്രിട്ടീഷ് കാലത്തെ ആദ്യ ഔദ്യോഗിക ജയിലുകൾ 1792 മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ മോഡേൺ ജയിൽ സിസ്റ്റം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാന ജയിലുകൾ: സെൻട്രൽ പ്രിസൺ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നു. സ്ഥാപനം 1860കളിലായിരുന്നു. സെൻട്രൽ പ്രിസൺ കണ്ണൂർ. ഇവയിൽ തടവുകാർക്ക് കഠിനവേല, കല്ല് തകർത്ത് റോഡ് നിർമ്മാണം, ഭക്ഷണ നിയന്ത്രണം, ഇരുമ്പ് ചങ്ങല. ബ്രിട്ടീഷ് കാലത്ത് ജയിൽ ഒരു ശിക്ഷാ കേന്ദ്രം മാത്രമായിരുന്നു. മനുഷ്യാവകാശം എന്നൊരു ആശയം പോലും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യ സമരവും ജയിലുകളും. കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര നായകർ പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. കെ കേളപ്പൻ, എ കെ ഗോപാലൻ ഇവർ പോലുള്ളവർ ബ്രിട്ടീഷ് ജയിലുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചു. ജയിൽ മതിലുകൾക്കുള്ളിൽ നിരാഹാര സമരം, രഹസ്യ രാഷ്ട്രീയ ചർച്ചകൾ, സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ. സ്വാതന്ത്ര്യാനന്തര കാലം 1947 ശേഷം. 47 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. കേരളം 1956 രൂപീകരിക്കപ്പെട്ടു. ഇതിനുശേഷം ജയിൽ സംവിധാനം മാറ്റം കണ്ടു. ശിക്ഷ എന്ന ആശയം പരിഷ്കാരമാക്കി. വിദ്യാഭ്യാസം, ലൈബ്രറികൾ, തൊഴിൽ പരിശീലനം. ജയിലുകളിൽ ആരംഭിച്ചു തടവുകാരുടെ പഠനം, ഹാൻഡിക്രാഫ്റ്റ്, അഗ്രികൾച്ചറൽ പ്രവർത്തനങ്ങൾ. തുറന്ന ജയിലുകൾ, ഓപ്പൺ ജയിൽ സിസ്റ്റം. കേരളം ഇന്ത്യയിൽ തുറന്ന ജയിലുകൾ വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഓപ്പൺ പ്രിസം, നെട്ടുകാൽത്തിരി. ഇവിടെ മതിലുകൾ ഇല്ല. തടവുകാർ കൃഷി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം. ഇത് ഒരു വലിയ സാമൂഹിക പരിഷ്കരണമായിരുന്നു. മനുഷ്യൻ മാറ്റം വരുത്താം എന്ന വിശ്വാസം. വിചിത്ര സംഭവങ്ങളും പ്രശസ്ത തടവുകാർ. കേരളത്തിലെ ജയിലുകളിൽ ചില പ്രശസ്ത കേസുകൾ: രാഷ്ട്രീയ തടവുകാർ, ഗുണ്ടാ കേസുകൾ, ഹൈ പ്രൊഫൈൽ കൊലക്കേസുകൾ. ജയിലുകളിൽ നിന്നുള്ള രക്ഷപ്പെടലുകളും ഉണ്ടായിരുന്നു. ഇന്നത്തെ കേരള ജയിൽ സംവിധാനം. ഇന്നത്തെ ജയിലുകളിൽ CCTV, പ്രിസൺ സിസ്റ്റം, ഓൺലൈൻ സന്ദർശക രജിസ്ട്രേഷൻ, മാനസികാരോഗ്യ കൗൺസിലിംഗ്. കേരള ജയിൽ വകുപ്പ് ഇപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജയിൽ ഭക്ഷണം ഒരു പ്രത്യേക ഭാഗം. ജയിലുകളിൽ റേഷൻ കിച്ചൺ, തടവുകാർ തന്നെ പാചകം, ബേക്കറി യൂണിറ്റുകൾ. ചില ജയിലുകളിൽ നിർമ്മിക്കുന്ന ബ്രെഡും ഫുഡ് പ്രൊഡക്റ്റുകളും പൊതുജനങ്ങൾക്ക് വിൽക്കുന്നു. വനിതാ ജയിലുകൾ. കേരളത്തിലെ വനിതാ ജയിലുകൾ. മാതാവിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് സൗകര്യം, പ്രത്യേക ആരോഗ്യ പരിരക്ഷ. ജയിൽ ജീവിതത്തിൻ്റെ മനഃശാസ്ത്രം. ജയിൽ എന്നത് ശരീര തടവ് മാത്രമല്ല, മനസ്സിൻ്റെ യുദ്ധം കൂടിയാണ്. പല തടവുകാർ പുറത്തിറങ്ങി എഴുത്തുകാരായി, സാമൂഹിക പ്രവർത്തകരായി മാറി, ബിസിനസ് ആളുകളായി. ഒരു ജയിൽ മതിൽ നമ്മളെ പേടിപ്പിക്കുന്നു, പക്ഷേ ആ മതിലുകളുടെ പിന്നിൽ മനുഷ്യരുടെ കഥകളുണ്ട്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയും പിഴയും പരിഹാരവും മുതൽ വലിയ വലിയ ശിക്ഷകൾ വരെ അതിനുള്ളിൽ ഉണ്ട്. കേരളത്തിലെ ജയിലുകളുടെ കഥ മനുഷ്യൻ മാറാൻ കഴിയുന്നുവെന്ന വിശ്വാസത്തിൻ്റെ കഥയാണ്.